ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൃപ ദൈവത്തിൽ നിന്ന് എന്നതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ എല്ലാ നന്മകളും അതിൻ്റെ ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നതാണ് വിശ്വാസം ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് അന്ന. ഞാൻ കാഞ്ഞിരപ്പുഴ ഇടവയിൽ നിന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഫുഡ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഞാൻ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അപ്ലൈ ചെയ്തവരെല്ലാവരും പ്ലേസ്ഡ് ആയി. അപ്പോൾ ഞാൻ അതിന് ഒരു വർഷം ഞാൻ എംടെക്കിന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ ഒരു വർഷം മൊത്തം പ്രിപ്പയർ ചെയ്തതിലും പക്ഷേ എനിക്കതിന് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു വർഷം വീട്ടിലിരുന്ന സമയത്ത് ഞാൻ സെഹിയോന് വരുമായിരുന്നു. പറ്റുമ്പോഴെല്ലാം സെഹിയോനിൽ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലും ജാഗരണ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും മാസത്തിലെ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. കുരിശിൻ്റെ വഴിയിലും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഈ നിയോഗം വെച്ച് സെഹിയോന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ജൂലൈ മാസം ആയിക്കഴിഞ്ഞപ്പം എനിക്ക് പല സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഒരു റിപ്ലൈ വന്നില്ല. അങ്ങനെ ഞാൻ ജൂലൈ മാസത്തിൽ എനിക്കൊന്ന് കോൾ ലെറ്റർ വന്നു. അത് മിൽമേന്ന് കോൾ ലെറ്റർ വന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞു ധൈര്യമായി പോയിക്കോ, ദൈവം എല്ലാം ഭംഗിയായി നിർവഹിച്ചോളാം എന്ന് പറഞ്ഞു അച്ഛൻ വിട്ടു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. അവിടെ ചെന്നപ്പോഴറിഞ്ഞ് 60 പേരുണ്ടായിരുന്നു. 3 ബാച്ചിലായിട്ടായിരുന്നു ഇൻ്റർവ്യൂ നടത്തിയിരുന്നത്. ആ 3 ബാച്ചിലും അതും എക്സ്പീരിയൻസിൽ ഒത്തിരി പേരും. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്നാലും ദൈവത്തിൻ്റെ മഹത്വത്തിന് സമ്മതിത യേശുക്രിസ്തു വഴി എനിക്കെല്ലാം ചെയ്തു തരുന്ന ഈശോ എനിക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറി. പക്ഷേ ഇൻ്റർവ്യൂ കയറി കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി ഞാനല്ല അതിൽ സംസാരിച്ച പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്ന എനിക്ക് തോന്നി. കാരണം അതിൻ്റെ അടയാളമായിരുന്നു ആ 60 പേരിലുള്ളതിനകത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് നൽകിയ ഈശോ എന്നെ അനുഗ്രഹിച്ചു. 60 പേരിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മികവുള്ള 60 പേരിൽ ഫസ്റ്റ് റാങ്ക് കൊടുത്ത കുട്ടിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയേ, കുട്ടി പഠിച്ചു, കാര്യങ്ങൾ പല തടസ്സം വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവമേ, ഇത് അങ്ങാണ് എനിക്ക് ഉണ്ണാനും എടുക്കാനും നൽകാനുള്ള എൻ്റെ ദൈവം. അങ്ങാണ് എനിക്ക് പഠിപ്പ് തന്നത്, അങ്ങാണ് എനിക്ക് ജീവിതം തന്നത്. എൻ്റെ കാര്യം അവിടുന്ന് നോക്കി, എനിക്ക് ജോലി അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസവും പ്രത്യാശയും പറയണം. അത് മൂടി വെച്ചുകൊണ്ട് നടന്നാൽ പോരാ, പറയണം. ദൈവം നോക്കിക്കോളും, ദൈവത്തിന് തരാൻ പറ്റും. കാര്യം നമ്മൾ ഭയപ്പെടും. വലിയ വലിയ മികവുള്ളവർ, വലിയ വലിയ കഴിവുള്ളവർ, വലിയ വലിയ ഹിമാലയ പർവ്വതം പോലെയുള്ള പലരും മുമ്പിൽ നിൽക്കും. അവരുടെ ആകാരമോ അവരുടെ വലിപ്പമോ അവരുടെ പഠിപ്പോ കണ്ട് ഭയപ്പെടരുത്. വിശ്വാസവും പ്രത്യാശയാണ് ജീവിതത്തിലെ അടിസ്ഥാന ശക്തി. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതം ചെയ്തവനേ, അടയാളങ്ങൾ ചെയ്തവനേ, പാടി സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ഇന്നും പ്രവർത്തിക്കുന്നു. ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശു പ്രവർത്തിച്ചതുപോലെ ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളിലും യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ഓരോരുത്തരും അവരവരുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ളത്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മേൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എളിമപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ വിശ്വാസ കൃപ നൽകണമേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ, പ്രാർത്ഥനാ വരങ്ങൾ നൽകണമേ,
നൽകണമേ. പ്രാർത്ഥനാ വരങ്ങൾ നൽകണമേ. കുടുംബ സമാധാനം നൽകണമേ. കുടുംബ സമാധാനം നൽകണമേ. ജോലി സംബന്ധമായ തടസ്സങ്ങളിൽ ഇടപെടണമേ. ജോലി സംബന്ധമായ തടസ്സങ്ങളിൽ ഇടപെടണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. സമൂഹം ഉണരട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ആരാധന, ആരാധന. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചികൾ വിട്ടുപോകട്ടെ. തകർച്ചകൾ മാറട്ടെ. ജോലി തടസ്സം വിട്ടുമാറി പോകട്ടെ. കുഞ്ഞുങ്ങൾ ഉണരട്ടെ. യുവാക്കന്മാരും ദൈവകൃപ നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അന്ധകാര പീഡകളെ ബന്ധിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ശക്തിയോടെ സ്തുതിക്കുന്നു. Glory, glory, glory. ഓ ദൈവമായ കർത്താവേ, ഇപ്പോൾ തന്നെ ഓരോരുത്തരോട് സ്പർശിക്കണമേ കർത്താവേ. ക്ഷീണം, തളർച്ച, മടുപ്പ്, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ക്ലേശം അനുഭവിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ഈ ലോകത്തിൻ്റെ അരൂപികൾ വഴിയുള്ള എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. 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 നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൃപ ദൈവത്തിൽ നിന്ന്. ആ ഒരു ബോധ്യം നമുക്ക് ഏറ്റു പറയാം. വിശ്വാസത്തിന്റെ കൃപ, വിശ്വാസത്തിന്റെ കൃപ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കൃപ, വിശ്വാസത്തിന്റെ കൃപ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്നും ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. വചനം നമുക്ക് ഏറ്റു പറയാം. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ആത്മീയ കാര്യങ്ങളിലും പങ്കുചേരുമ്പോൾ, ഓരോ പ്രാർത്ഥനകളിലും പങ്കുചേരുമ്പോൾ, വചന പ്രഘോഷണങ്ങളിൽ പങ്കുചേരുമ്പോൾ, ആത്മീയമായ വിടുതൽ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ദൈവമാണ് നമുക്കായി ഈ കൃപ ചൊരിഞ്ഞു തരുന്നത്. അതാണ് നാം, ദൈവം ദാനമായി തരുന്ന കൃപയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുലിഖിതം. സ്ലീഹന്മാർ പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ച് അവസാനം അന്ത്യോക്യയിൽ എത്തിയിട്ട് അവിടെയുള്ള വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി എങ്ങനെയാണ് ദൈവം തങ്ങളോടുകൂടെ പ്രവർത്തിച്ചത് എന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണത്. അപ്പോസ്തല പ്രവർത്തനം 14:27. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളിലൂടെ എങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിച്ചത് എന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ എങ്ങനെ ദൈവം തുറന്നു കൊടുത്തുവെന്നും അവർ വിശദീകരിച്ചു. The door of faith, the door of faith, വിശ്വാസത്തിന്റെ വാതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തുറന്നു കൊടുക്കുന്നത് കർത്താവാണ്. ആ വാതിൽ അങ്ങോട്ട് തുറന്നു കിട്ടിയാൽ അതിനുള്ളിലേക്ക് കയറിയാൽ ഒരുപാട് വിസ്മയങ്ങളാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വേദനയോട് കണ്ണുനീരോട് നാം ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വിശ്വാസത്തിന് നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഈ വിശ്വാസത്തിൻ്റെ നനവ്, ഈ വിശ്വാസത്തിൻ്റെ ടച്ച് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയുണ്ട്. മരുഭൂമി പോലെ വരണ്ടുണങ്ങിയ മനസ്സുമായി ജീവിച്ച് നീറുന്ന ജീവിതങ്ങൾ ഈ ലോകത്തിൽ കോടിക്കണക്കിനാണ്. അതിൻ്റെ നടുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്കായി വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു തന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഈ വാതിൽ തുറന്നു തരുന്നത് കർത്താവാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമ്മളൊരു രംഗം കാണുന്നുണ്ട്. പൗലോസും കൂട്ടരും ഇതാ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഫിലിപ്പിയ ദേശത്തേക്ക് അവർ എത്തിച്ചേർന്നു. അത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. വിശ്വാസത്തിൻ്റെ വാതിൽ കർത്താവ് തുറന്നു കൊടുത്തു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയായ്ക്ക് കഴിഞ്ഞു. അത് വിശ്വസിക്കാൻ കഴിഞ്ഞു, അത് സ്വീകരിക്കാൻ കഴിഞ്ഞു. അതനുസരിച്ച് പ്രവർത്തിക്കാൻ, ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ അവൾക്ക് ശക്തി കിട്ടി. തിയത്തീറ പട്ടണത്തിലെ ഈ പട്ടുവിൽപ്പനക്കാരിയായ ലിദിയയുടെ കൂട്ടത്തിൽ വേറെയും അനേകം പേർ അന്ന് വചനം കേട്ട് അവർ കർത്താവിൽ എളിമപ്പെടുകയോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ പാടില്ല, അവർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയില്ല. അവർ അതെല്ലാം കേട്ടിട്ട് അവർക്ക് ഗ്രീക്കും ലാറ്റിനും പോലെ അവർക്ക് ഒന്നും മനസ്സിലായില്ല. അവർ പോയി, വന്നതുപോലെ തിരിച്ചു പോയി. എന്നാൽ ഈ ലിദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ വിശ്വാസം കൊണ്ട് നിറഞ്ഞു. അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവൾ യേശുവിൻ്റെ സാക്ഷിയായി. അവൾ ജീവിത രക്ഷയിലേക്ക് കടന്നു വന്നു. അവളുടെ ജീവിതം മുഴുവനും കീഴ്മേൽ വ്യത്യാസപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ശക്തിയാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അതുവരെയുള്ള എല്ലാ കൂട്ടുകെട്ടുകളും മാറും, അതുവരെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറും, അതുവരെയുള്ള ജീവിത രീതികൾ മാറും, അതുവരെയുള്ള ദാഹം മാറും, അതുവരെയുള്ള വ്യഗ്രത മാറും. എല്ലാം മാറി മറ്റൊരു മൂല്യം, മറ്റൊരു രാജ്യം, മറ്റൊരു കാഴ്ചപ്പാട്, മറ്റൊരു ശക്തി നമ്മുടെ മേൽ ഭരണം നടത്താൻ തുടങ്ങുന്നു. വിശ്വാസത്തിൻ്റെ കൃപ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളിൽ ഈ വിശ്വാസകൃപ കിട്ടാൻ, കുട്ടികളുടെ ഹൃദയങ്ങൾ കർത്താവ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കും. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 45-ാമത്തെ തിരുലിഖിതം. ഇതാ 2 ശിഷ്യന്മാർ അവർ എമ്മാവൂസ് ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കർത്താവ് അവരോട് നിരന്തരം സംസാരിച്ചിട്ടും അവർക്ക് കർത്താവിനെ അറിയാനോ കർത്താവിന് വചനങ്ങളുടെ ശക്തിയോട് നിറയാനോ സാധിച്ചില്ല. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 25-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. നോക്ക്, ദൈവം ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴാണ് അവർക്ക് അനുഭവം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇപ്പോൾ അനേകർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയം ദൈവത്താൽ സ്പർശിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. നമ്മളങ്ങനെ ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചാലേ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എന്താണ്, നമ്മൾ പഠിപ്പുള്ളവരാണ്, ജോലിയുള്ളവരാണ്, കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, ശേഷിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ, ആ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ട് വിശ്വാസം വാങ്ങാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന സംഗതിയാണ് ഈ വിശ്വാസം. നിങ്ങൾക്ക് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്, ഇത് കൊടുത്തിട്ട് കുറച്ച് വിശ്വാസം വാങ്ങി മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണ് വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിൽ നിന്ന് ദാനമായി നമ്മൾ സ്വീകരിക്കണം.
ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവമാർഗങ്ങളിലൂടെ നടക്കാൻ ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്, ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്, ഒരു ദൈവികമായ ഒരു ചൈതന്യം നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസ കൃപ കിട്ടാൻ വേണ്ടി നാം ദൈവസന്നിധി എളിമപ്പെടണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഒരു കാലത്ത് നല്ല വിശ്വാസത്തിൽ തിളങ്ങി നിന്നവർ, ഒരു കാലത്ത് നല്ല കൂടെ ദേവാലയത്തിൽ പോയവർ, കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, രാത്രിയും പ്രഭാതത്തിലും മുടങ്ങാതെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നവർ, ജപമാല മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നവർ, അങ്ങനെ വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ വിശ്വാസക്ഷയം സംഭവിക്കാം. കാരണം സാത്താൻ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി എല്ലാ വ്യക്തികൾക്ക് നേരെയും, എല്ലാ കുടുംബങ്ങൾക്ക് നേരെയും, എല്ലാ സ്ഥാപനങ്ങൾക്ക് നേരെയും, എല്ലാ ശുശ്രൂഷകൾക്ക് നേരെയും കൗശലങ്ങൾ പ്രയോഗിക്കും. ഇതാ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുലിഖിതം. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അവരിൽ പ്രമുഖനായിരുന്ന പത്രോസ്ലീഹ ഈശോ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ലൂക്ക 22:31. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ മക്കൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം. മക്കളുടെ വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കണം. കുടുംബത്തിലെ വിശ്വാസം നശിപ്പിക്കാൻ സാത്താൻ കൊണ്ടുവരുന്ന കെണികളെ അതിജീവിക്കാനുള്ള ശക്തി കുടുംബത്തിന് കിട്ടാൻ വേണ്ടി കുടുംബം പ്രാർത്ഥിക്കണം, ഇടവക പ്രാർത്ഥിക്കണം, കോൺവെന്റ് പ്രാർത്ഥിക്കണം, ശുശ്രൂഷകർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം തരുന്ന ഒരു കൃപയാണ്. വിശ്വാസം ദൈവത്തിൽ നിന്ന്, ഈ കൃപ ദൈവത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:27 ഇത് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 28-ാമത്തെ അധ്യായം അതിൽ 23 മുതലുള്ള തിരുലിഖിതങ്ങൾ. പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിനാന്ന് പറഞ്ഞ് വളരെ കൃപയും ശക്തിയുമുള്ള ശുശ്രൂഷകൻ. ആ ശുശ്രൂഷകൻ്റെ അന്ത്യനാളുകളിൽ തീ ജ്വലിക്കുന്ന അഭിഷേകത്തിൽ നിൽക്കുന്ന കാലം. അപ്പോൾ ഒരു കൂട്ടം ആളുകളോട് പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ച രംഗമാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ 28-ാം അധ്യായത്തിൽ 23 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി. രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റു ചിലർ അവിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അവര് പൗലോസ് ശ്ലീഹായുടെ താമസ സ്ഥലത്ത് വന്നു കേൾക്കാൻ ആഗ്രഹിച്ച് വന്നവരാണ്. അതിനുവേണ്ടി ഒരു ദിവസം ജോലി മാറ്റിവെച്ച് അവർ ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ച് എന്നിട്ട് പൗലോസ് ലീഗ താമസ സ്ഥലത്ത് വന്നിട്ട് വചനം കേൾക്കുകയാണ്. പൗലോസ് ലീഗ പ്രാർത്ഥിച്ച് ഒരുങ്ങി രാവിലെ മുതൽ സന്ധ്യ വരെ അവരോട് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും പ്രസംഗിക്കുകയും വാദിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ചിലർക്ക് വിശ്വാസമുണ്ടായി, ചിലർക്ക് വിശ്വാസം ഉണ്ടായില്ല. ഇതൊരു പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിങ്ങനെ മഴ ഇങ്ങനെ വരുമ്പോൾ ഈ തകര കിളുക്കുന്നത് പോലെ ചുമ്മാ ഇങ്ങനെ വരുമെന്ന് വിചാരിക്കരുത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതിനുവേണ്ടി നമ്മൾ ഹൃദയത്തിൽ ഒരുപാട് ഒരുങ്ങണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ഒരുപക്ഷെ 4 പേർക്ക് വിശ്വാസം ഉണ്ടാകും, ഒരാൾക്ക് വിശ്വാസം ഇല്ലാത്തൊരു സ്ഥിതിയായിരിക്കാം. ഒരു കുടുംബത്തിൽ 6 പേരുണ്ടെങ്കിൽ 4 പേര് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, 2 പേര് കള്ളു കുടിക്കുന്നു, തോന്നിയാസം കഴിക്കുന്നു, വെറിക്കൊത്തി ജീവിക്കുന്നു. വിശ്വാസം മങ്ങിപ്പോയ അവസ്ഥയിലായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, അവരും കൂടി വിശ്വാസത്തിലേക്ക് വരാൻ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കാരണം ഈ വിശ്വാസകൃപ വേര് പിടിക്കാതിരിക്കാൻ
ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ സാത്താൻ ഉദ്യമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസക്കുറവില്ലാത്തവർക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവ് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വിശ്വാസം ദാനമായി സ്വർഗ്ഗത്തിൽ നിന്ന് അവിടെ നൽകണമേ കർത്താവേ. ഈ വിശ്വാസം ഒരു അഭിഷേകമാക്കി മാറ്റണമേ കർത്താവേ. വിശ്വാസം ക്ഷയപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കണമേ കർത്താവേ. ഓ, ഈ വിശ്വാസത്തിന്റെ ജീവിതത്തിനും ഈ വിശ്വാസത്തിന്റെ അനുഭവത്തിനും ഈ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും തടസ്സമുണ്ടാക്കി പ്രവർത്തിക്കുന്ന എല്ലാ അരൂപികളെയും കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നിന്നും ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. Praise the Lord. Praise the Lord. കർത്താവിൻ കാരുണ്യം ഓർക്കുന്നു ഞാൻ. ആ കണ്ണിൽ നോക്കുവാൻ ധൈര്യമിന്നില്ല. ആ നോട്ടമെന്നെ പിന്തുടർന്നിടുന്നു. കാരുണ്യമൂറുന്ന നിൻമുഖം കണ്ടു. കർത്താവിൻ കാരുണ്യം ഓർക്കുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൈകൾ നീട്ടി വിശ്വാസത്തിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികൾ ആ രോഗാവസ്ഥയിൽ അവിശ്വാസവും നിരീശ്വരചിന്ത ദൈവനിഷേധം എല്ലാം ഉപേക്ഷിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിക്കുക. കുഞ്ഞുങ്ങൾ കർത്താവായ യേശുവിനെ ഉറക്കെ വിളിക്കുക. കുടുംബങ്ങളായി ഇന്ന് യേശുവിനെ ഉറക്കെ വിളിക്കുക. വലിയൊരു വിശ്വാസത്തിൻ്റെ അഭിഷേകം ഇന്ന് കുടുംബങ്ങളിലേക്ക് കർത്താവ് ദാനമായി വർഷിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസ അഭിഷേകത്തിന് ഉറവ തുറക്കണമേ കർത്താവേ. മങ്ങിപ്പോയ വിശ്വാസത്തിന് അഭിഷേകത്തെ തുറക്കണമേ. ഇപ്പോൾ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. കാരുണ്യത്തോടെ നീ വീണ്ടെടുക്കണമേ കർത്താവേ. അലിവോടെ നോക്കിടേണമേ. കാരുണ്യത്തോടെ